Next, a very important topic, selection process or steps used for selecting candidates. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് കണ്ടു. അവർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, അവരെ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കണ്ടത്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് സോഴ്സസ് എല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് അവിടെ നമ്മൾ ചെയ്തിരുന്നത് ഇൻവൈറ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ടു ദി ഓർഗനൈസേഷൻ ആയിരുന്നു അല്ലേ. ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള എലിമിനേഷൻ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമുക്ക് വേണ്ടത് 5 കാൻഡിഡേറ്റ്സിനെ ആണെങ്കിൽ 5 എംപ്ലോയീസിനെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് പബ്ലിക്കായിട്ടാണ്. സോ വി മേ റിസീവ് ആൻ ആപ്ലിക്കേഷൻ ഫോർ 200 ഓർ മോർ. 200 ആളോ അതിൽ കൂടുതലോ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് വരും. ഈ ആപ്ലിക്കേഷൻ കിട്ടിയ എല്ലാവരെയും നമ്മുടെ കമ്പനിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കതിൽ ഏറ്റവും സ്യൂട്ടബിൾ ക്വാളിഫിക്കേഷൻ വൈസ്, എക്സ്പീരിയൻസ് വൈസ്, ക്വാളിറ്റി വൈസ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ അല്ലേ. അങ്ങനെ ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യും, വേണ്ടവരെ മാത്രം ചൂസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സെലക്ഷൻ. പിന്നെ ഈ സെലക്ഷൻ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പ് വെരി ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റിക്ക് 15 മാർക്കിന് ചോദിക്കാവുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ ഓർ സ്റ്റെപ്സ് യൂസ്ഡ് ഫോർ സെലക്ടിങ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ പഠിപ്പിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതണം. ബാക്കിയുള്ള പോലെ എവിടെയെങ്കിലും എഴുതിയാൽ പോരാ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരെണ്ണം കഴിയുമ്പോഴാണ് അടുത്ത് ചെയ്യണേ. സോ ദ സെലക്ഷൻ പ്രോസസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് with the necessary qualification and skill set to fill the vacancies in an organization. ഒരു ഓർഗനൈസേഷനിലെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ ക്വാളിഫിക്കേഷൻസും സ്കില്ലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനോട് യോജിക്കുന്ന റൈറ്റ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഈ സ്റ്റെപ്പ് എന്നതിലൂടെ നമ്മൾ പഠിക്കുന്നത്. സോ ഒരു 9 സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണത്. സെലക്ഷൻ പ്രൊസീജിയർ. First step, receipt and scrutiny of application. Second step, preliminary interview. Third one, blank application form. Fourth one, employment test. Fifth one, employment interview. Sixth one, checking references. Seventh one, approval of the supervisor. Eighth one, medical examination. Ninth one, final selection. അപ്പോൾ ഓരോന്നും 1 by 1 പ്രൊസീജിയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തന്നെ പഠിക്കുക. ദെൻ റിജക്റ്റ് ഇഫ് അൺസ്യൂട്ടബിൾ. അപ്പോൾ നമ്മൾ ആദ്യത്തേലൊന്നുമില്ല, കിട്ടിയ ആപ്ലിക്കേഷനെല്ലാം റിസീവ് ചെയ്യും, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെറുതെ അവരെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ജസ്റ്റ് ഇൻ്റർവ്യൂ നടത്തും. അതും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം അവർക്ക് ഫില്ല് ചെയ്യാൻ കൊടുക്കും. അതിൽ അവരുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്റ്റഡ് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും, ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ. ആ ബാങ്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തു. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് യോജിച്ചു എന്ന് തോന്നുന്ന വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. റെഫറൻസുകൾ, അവർ ആരുടെയെങ്കിലൊക്കെ റെഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസിൽ വിളിച്ച് നമ്മൾ കൺഫേം ചെയ്യും. സൂപ്പർവൈസറുടെ അപ്രൂവൽ എടുക്കും. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് എന്നിട്ടും സെലക്ട് ചെയ്തവരെ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷന് വിടും. എല്ലാ ജോലിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല കേട്ടോ, എന്നാലും നമ്മൾ പ്രൊസീജിയർ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിലും ടെസ്റ്റിൽ, ഇൻ്റർവ്യൂവിൽ, റെഫറൻസിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഇഫ് നോട്ട് ഓക്കെ, നമുക്ക് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നി എന്ത് ചെയ്യും? അവരെ റിജക്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് അതാണ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നേക്കണേ. ഇനി അതിൽ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ എടുക്കാം. ഫസ്റ്റ് വൺ, റിസീപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കിട്ടുക, അതിൻ്റെ സ്ക്രൂട്ടിനി ചെയ്യാം, സൂക്ഷ്മ പരിശോധന നടത്താം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഇഫ് ദർ ആർ വേക്കൻസീസ് ഇറ്റ് വിൽ ബി നോട്ടിഫൈഡ് ഇൻ ന്യൂസ് പേപ്പർ, നോട്ടീസ് ബോർഡ് എക്സെട്ര. എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് മേ ബി റിസീവ്ഡ് ഫ്രം കാൻഡിഡേറ്റ്സ്. വെൻ വി ഹാവ് വേക്കൻസി, നമ്മുടെ കമ്പനിക്ക് വേക്കൻസി ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂസ് പേപ്പറിലോ കമ്പനിയുടെ നോട്ടീസ് ബോർഡിലോ ഒക്കെ നമ്മൾ ആഡ് ഇടും, പരസ്യം ഇടും. ആൻഡ് വി റിസീവ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ ദാറ്റ് പോസ്റ്റ്. ന്യൂസ് പേപ്പറിലൊക്കെ ഇടുമ്പോൾ എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് റിസീവ് ചെയ്യും. These applications are accepted up to a particular date which is notified in the
advertisement. After the prescribed date, the personnel department makes a detailed scrutiny of these applications. They primary reject applications of those applicants who do not possess the required qualification. This information is intimated to the applicants. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വയ്ക്കുമ്പോൾ തന്നെ അതിൽ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യില്ല. ആഫ്റ്റർ ദ ഡേറ്റ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ HR ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടിനൈസ് ദ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്. ആ കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം എന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധന നടത്തും. എന്നിട്ട് അതിൽ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ ക്വാളിഫിക്കേഷന് ഒട്ടും യോജിക്കാത്ത ആൾക്കാരുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൈമറിലി എന്താ പറയുക ഫസ്റ്റ് സൈറ്റിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്ത മാറ്റർ നമ്മൾ ആരെ അറിയിക്കണം? ആ ആപ്ലിക്കൻറ്റിനെ ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ അറിയിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ വിളിച്ചു, ആപ്ലിക്കേഷൻ കിട്ടി, ആ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ഇപ്പോൾ 10-ാം തീയതി 5 മണിക്കുള്ളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ 10-ാം തീയതി 5 മണിക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം HR ഡിപ്പാർട്ട്മെൻറ്റുകാർ അത് സൂക്ഷ്മ പരിശോധന നടത്തി. നമ്മുടെ റിക്വയർഡ് ക്വാളിഫിക്കേഷനിലുള്ളവരല്ല വന്നെങ്കിൽ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. അല്ലാത്തവരെ നമ്മൾ റിസർവ് ചെയ്ത് വയ്ക്കും. So the second step is preliminary interview. What's the meaning of preliminary? Starting, അല്ലേ? ബിഗിനിങ്ങിലുള്ള ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസിക് ഇൻ്റർവ്യൂ. എന്ത് പറയും നമ്മൾ? പ്രിലിമിനറി ഇൻ്റർവ്യൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസിക് ഇൻ്റർവ്യൂ. അതായത് സീരിയസ് ആയിട്ട് നമ്മൾ നടത്തുന്ന മെയിൻ ഇൻ്റർവ്യൂ അല്ല, അതിന് മുൻപേ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് നോർമലി കണ്ടക്റ്റഡ് ബൈ ദ അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് ഓർ സെക്രട്ടറി ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അത് മെയിൻ എക്സ്പേർട്ടുകളല്ല കണ്ടക്ട് ചെയ്യുക. നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ റിസപ്ഷനിലൊരു എൻക്വയറി, ഫേസ് ടു ഫേസ് എൻക്വയറി നടക്കാറില്ലേ? അതാണ് ഈ ബേസിക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആവാം, അതും അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആവാം നമുക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് എ ഷോർട്ട് ഡ്യൂറേഷൻ ഇൻട്രാക്ഷൻ വിത്ത് ദ കാൻഡിഡേറ്റ്. വളരെ കുറച്ച് സമയം, അത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമ്മുടെ എംപ്ലോയിയുമായിട്ട് നടത്തുന്ന ഒരു ഇൻട്രാക്ഷനാണ് ഈ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. The stage aims to get basic information about the candidate and to check if he possesses the required skills and aptitude for the job or not. The candidates are asked certain questions about their educational qualifications, experience and age. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളവർ തന്നെയാണോ വന്നേക്കണേ? നമ്മുടെ സ്കിൽ റിക്വയർമെൻറ്റിന് നമ്മളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ആൾക്കാർ തന്നെയല്ലേ വന്നേക്കണമെന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ചെറിയ പരിശോധന, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ, എക്സ്പീരിയൻസ് എന്താ, ഏജ് എന്താന്നൊക്കെ. ആൻഡ് അപ്പിയറൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ എക്സാമിൻഡ്. ഇത് പറയുമ്പോൾ അവിടെ വന്നിരിക്കുമ്പോഴൊക്കെയുള്ള അവരുടെ പേഴ്സണാലിറ്റിയും അപ്പിയറൻസും അതോടൊപ്പം പരിശോധിക്കും. അക്കോർഡിംഗ്ലി ഹീ ഈസ് റിജക്റ്റഡ് ഓർ പ്രൊമോട്ടഡ് ടു ദ നെക്സ്റ്റ് ഫേസ് ഓഫ് സെലക്ഷൻ പ്രോസസ്സ്. ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ചിലരെ അവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അതെല്ലാം സെലക്ട് ചെയ്യുന്നവരെ സെലക്ഷൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് നീക്കി വയ്ക്കും, അടുത്ത പ്രോസസ്സിലേക്ക് കടത്തിവിടും. ഓക്കെ, അപ്പോൾ അതിലും പാസ്സായവർക്കാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു ബേസിക് ഇൻ്റർവ്യൂ നടത്തി. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഇതിൽ നമ്മൾ പറയണത് the applicants who are selected at preliminary interview are given a blank application form. They are required to fill up the application form in their own handwriting. ആപ്ലിക്കേഷൻ ഫോം ബ്ലാങ്ക് ആണ് കൊടുക്കണേ, അതിൽ അവർ തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. A blank application form is a printed application form used to collect the individual biodata of the candidates. അവിടെ ഇൻഡിവിജ്വലിൻ്റെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻറ്റഡ് ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും. സാധാരണ എംപ്ലോയീസ് അവർ തയ്യാറാക്കി പ്രിൻറ്റഡ് ബയോഡാറ്റയൊക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ കൊണ്ടുവന്നുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല. എന്താണ്? ഒരു ബ്ലാങ്ക് ഫോം പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഇൻഡിവിജ്വലിൻ്റെ ബയോഡാറ്റ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ടാവും. ഇനി എംപ്ലോയീസ് ഇതിൽ ആ ഒരു ഫോമിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കണേന്ന് നോക്കാം. ബയോഡാറ്റ ഉണ്ടാവും,
ബയോഡാറ്റ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ബയോഡാറ്റ മീൻസ് നെയിം ഓഫ് ദ അപ്ലിക്കൻ്റ്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അഡ്രസ്, മെറിറ്റൽ സ്റ്റാറ്റസ്, ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, ഡിഫക്ട്സ് ഇഫ് എനി, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എക്സെട്ര. ഇതാണ് ഒരു വ്യക്തിയുടെ ബയോഡാറ്റ എന്ന് പറയുന്നത്. അച്ഛൻ്റെ പേര്, എന്താണ് അപ്ലിക്കൻ്റെ പേര്, അച്ഛൻ്റെ പേര്, ജനന തീയതി, ജനനസ്ഥലം, അഡ്രസ്സ്, പിന്നെ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നുള്ളത്, ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, പിന്നെ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്താണ് തിരിച്ച് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇനി രണ്ടാമത്തേൽ ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റൻഡഡ്, മാർക്ക് ഒബ്റ്റെയിൻഡ്, ഡിസ്റ്റിങ്ഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സബ്ജക്റ്റ് ഓഫ് സ്റ്റഡീസ് എക്സെട്ര. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് മൂന്നാമത്തെ. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രീവിയസ് എക്സ്പീരിയൻസ്, സാലറി റിസീവ്ഡ്, നെയിം ഓഫ് ദ പ്രീവിയസ് എംപ്ലോയർ, റീസൺസ് ഫോർ ലീവിങ് ദ ജോബ്. മുൻപ് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അന്ന് അവിടെ കിട്ടിയിരുന്ന സാലറി എത്രയാണ്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ലീവ് ചെയ്തത്, വിട്ടുപോരാനുള്ള കാരണം. ഇനി നാലാമത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? NSS, NCC, സ്പോർട്സ്, ഗെയിംസ്, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടെങ്കിൽ അത്. 5 എക്സ്പെക്റ്റഡ് സാലറി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. സാലറി എക്സ്പെക്റ്റഡ് ബൈ ദ ആപ്ലിക്കൻ ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. ലാസ്റ്റ് വൺ റെഫറൻസസ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ആപ്ലിക്കൻസ് ആർ യൂസ് ടു ഗീവ് റെഫറൻസ് ഓഫ് സർട്ടൻ റെസ്പെക്റ്റഡ് പേഴ്സൺസ് നെയിം ഇൻ ഹിസ് ഏരിയ ഫോർ റെഫറൻസ്. അയാളുടെ ഏരിയയിലുള്ള അറിയപ്പെടുന്ന വ്യക്തികളുടെ പേര് എന്തായിട്ട് കാണിക്കാൻ പറയും? റെഫറൻസ് ആയിട്ട് കാണിക്കാൻ പറയാറുണ്ട്. ദ കമ്പനി ക്യാൻ എൻക്വയർ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ക്യാരക്ടർ ഫ്രം ദിസ് പേഴ്സൺസ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും നമ്മൾ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ മാനേജറോ ഡയറക്ടറോ ആളുടെ പേര് പറയും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ പേര് വയ്ക്കാം. അതും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, ആൾക്ക് നമ്മളെ അറിയാമെന്നുണ്ടെങ്കിൽ ആളുടെ പേര് വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഹെഡ്, ഇപ്പോൾ കോളേജുകളൊക്കെ ആണെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ വയ്ക്കാം. അങ്ങനെ റെഫറൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവരെ വിളിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ക്യാരക്ടറിനെ പറ്റി അന്വേഷിക്കാം. അപ്പോൾ ഇതാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ പ്രധാനമായിട്ട് ഫില്ല് ചെയ്യാൻ വരുന്നത്. മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്പെക്റ്റഡ് സാലറി, റെഫറൻസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞു. ബ്ലാങ്ക് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കിട്ടി. ബാങ്ക് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ്, 4ാമത്തെ സ്റ്റെപ്പാണ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. ഇൻ ഓർഡർ ടു ചെക്ക് ദ മെൻ്റൽ എബിലിറ്റി ആൻഡ് skill set of an individual, several tests are conducted such as intelligence test, aptitude test, interest test, psychological test, personality test, etc. അപ്പോൾ നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ മിസ് എസ്സേയുടെ രൂപത്തിൽ പറഞ്ഞു തരുന്ന കാരണം കൊണ്ട് ജസ്റ്റ് ആ ഒരു എസ്സേയിൽ എത്രത്തോളം എഴുതണം അത് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ടോപ്പിക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ, അഭിരുചികൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നടത്തും. ആ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ ഉണ്ടാവും, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ദീസ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു ജഡ്ജ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. ആ ജോലിക്ക് നമ്മുടെ വ്യക്തി എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തുന്നത്. ടെസ്റ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ബയസ് ഇൻ സെലക്ഷൻ. സാധാരണ നമ്മൾ വെറുതെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നടത്തുമ്പോൾ അവിടെ ബയസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് താല്പര്യമുള്ളവരെ എന്തെങ്കിലും കാര്യത്തിൽ കൂടുതലൊരു പ്രത്യേകതകളോ ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാനുള്ളത്. പക്ഷെ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബയസ് അവിടെ നടക്കില്ല. ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും കംപ്ലീറ്റ് സെലക്ഷൻ നടക്കണേ. അപ്പോൾ ബയസ് ഉണ്ടാവില്ല. ടെസ്റ്റ് ആർ അഡോപ്റ്റഡ് വെൻ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആർ വെരി ലാർജ്. എപ്പോഴാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക? നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ ലാർജ് ആയിരിക്കുമ്പോൾ. ഇനി 5ാമത്തെ, ഇപ്പോൾ നമ്മളൊക്കെ ടെസ്റ്റുകൾ മിസ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഇനി നമുക്ക് 5ാമത്തെയാണ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, ടെസ്റ്റിൽ പാസ്സായി. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ
ഓക്കെ അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ ആയവരെ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പം 5ാമത് പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. The management wants to know the candidate's personality, manners, alertness, general traits, appreciation of situation, presence of mind, guts, etc. ഇപ്പം നമുക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ ബുദ്ധി കിട്ടി, താല്പര്യങ്ങൾ കിട്ടി. ഇനി അത് മാത്രം അറിഞ്ഞാൽ പോരോ? ഒരു എംപ്ലോയിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അയാളുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, അലേർട്ട്നെസ് എത്രത്തോളം അയാൾ ഈഗറാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ അയാൾ റിയാക്ട് ചെയ്യും, അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയുണ്ട്, ഗട്ട്സ് എങ്ങനെയുണ്ട്, ഇതൊക്കെ അറിയണമെന്ന് എംപ്ലോയർക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെ ഫോർ ദിസ് പർപ്പസ് ഇൻ്റർവ്യൂ ഈസ് കണ്ടക്റ്റഡ്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണത്. ആൻ ഇൻ്റർവ്യൂ ഈസ് എസെൻഷ്യലി എ സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ വേർ വൺ പാർട്ടിസിപ്പൻ്റ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ അതർ പ്രൊവൈഡ്സ് ആൻസേഴ്സ്. The word interview refers to a one-on-one conversation between an interviewer and an interviewee. ഇൻ്റർവ്യൂ എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കും, മറ്റൊരു വ്യക്തി അതിന് ആൻസറുകൾ പറയും. എന്ന് വെച്ചാൽ 1-on-1 അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കോൺവെർസേഷനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂസ് യൂഷ്വലി ടേക്ക് പ്ലേസ് ഫേസ് ടു ഫേസ് ആൻഡ് ഇൻ പേഴ്സൺ. ഫേസ് ടു ഫേസ് നേരിട്ട് മുഖാമുഖം നോക്കിക്കൊണ്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. വെൻ എ കാൻഡിഡേറ്റ് ഈസ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ദ ഇൻ്റർവ്യൂയർ ഈസ് ഏബിൾ ടു ജഡ്ജ് എ നമ്പർ ഓഫ് പേഴ്സണൽ ട്രൈറ്റ്സ് സച്ച് ആസ്. ഒരു വ്യക്തി അതിനുള്ള ആൻസറുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇൻ്റർവ്യൂയർ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു വലിയ ഇൻ്റർവ്യൂവിനൊക്കെ വലിയ MNCയിലൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കേരളത്തിൽ എത്ര പുഴയുണ്ടെന്നൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കണത് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചോദിക്കും, എന്തിനാ ഈ ഒരു ജോലിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവുമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇൻ്റർവ്യൂവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ പറയുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയായിരിക്കും? പേഴ്സണൽ ട്രേറ്റ്സ് ഓഫ് ദ ആപ്ലിക്കൻ്റ്. ആ ആപ്ലിക്കൻറ്റിൻ്റെ വ്യക്തിപരമായ കഴിവുകളെയാണ് അവർ ടെസ്റ്റ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ഹ്യൂമർ, തമാശ പറയാനുള്ള കഴിവുണ്ടോ, സെൻസ് ഓഫ് ഹ്യൂമർ എങ്ങനെയാണ്, മാനറിസം അവരുടെ പെരുമാറ്റ രീതികൾ, ക്വിക്ക്നെസ് ഓഫ് റിയാക്ഷൻ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള കഴിവ്, ഫ്ലുവൻസി ഇൻ സ്പീച്ച് ഉത്തരം പറയുന്നതിലുള്ള സംസാരിക്കുന്നതിലുള്ള ഫ്ലുവൻസി, എബിലിറ്റി ടു ഓർഗനൈസ്, ഫിസിക്കൽ വിഗർ, അപ്പിയറൻസ്, കൾച്ചർ എക്സെട്ര. അപ്പോൾ ഒരു വ്യക്തിയുടെ അപ്പിയറൻസ്, അയാളുടെ സംസ്കാരം, അയാളുടെ പെരുമാറ്റ രീതി, ഇതൊക്കെ ആ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയം കൊണ്ട് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇൻ്റർവ്യൂവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ പഠിപ്പിക്കാനുണ്ട്. അത് നമ്മൾക്ക് ഇപ്പോൾ എസ്സേയുടെ ഒരു ഫോമിൽ എത്രത്തോളം ഇൻ്റർവ്യൂ എഴുതണമെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകളും എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി 6th പോയിൻ്റ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ തന്നെ ഫ്ലോപ്പായിട്ടുള്ള ആളുകളെ നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടും. എന്നാൽ ഇൻ്റർവ്യൂവിൽ ഓക്കെ ആയിട്ടുള്ള ആളുകളെ 6th സ്റ്റെപ്പിലേക്ക് പറയുകയാണ് ചെക്കിങ് റെഫറൻസസ്. നമ്മൾ 6th റെഫറൻസ് ചെയ്യും. എന്താ പറയുന്നത്? നമ്മളവിടെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികളുടെ പേര് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ഇൻ ദിസ് സ്റ്റെപ്പ് in the blank application form there is a column for giving reference. The candidates are required to write the name of 1 or 2 important respected and reputed persons in his locality. റെഫറൻസ് എഴുതാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 or 2 അയാളുടെ ലൊക്കാലിറ്റിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പേര് അതിൽ മെൻഷൻ ചെയ്യാനും പറഞ്ഞിരുന്നു. സോ ദ എംപ്ലോയർ ക്യാൻ കണ്ടക്ട് എൻക്വയറീസ് അബൌട്ട് ദ കാൻഡിഡേറ്റ് ഫ്രം ദോസ് റെഫറീസ് സച്ച് ആസ് candidate's background, skill, experience, character, ability and suitability for the job. എന്ത് ചെയ്യാം? അയാൾക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ട് ഈ ഒരു എംപ്ലോയിയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, അയാളുടെ സ്കില്ലും എക്സ്പീരിയൻസും പറഞ്ഞേക്കുന്നത് കറക്റ്റ് തന്നെയാണോ, പിന്നെ ഈ ഒരു ജോലിക്ക് ഈ ഒരു പൊസിഷന് അയാൾ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ. ഇനി ദീസ് ഇൻഫോർമേഷൻ can also be collected through telephone, personal visit and mail. ഈ പറഞ്ഞ റെപ്യൂട്ടഡ് പേഴ്സണ് നേരിട്ട് പോയി കാണണമെന്നൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂയിലൂടെയോ പേഴ്സണൽ ഇൻ്റർവ്യൂയിലൂടെയോ കണ്ടക്ട് ചെയ്താലും മതി. ഇനി അപ്പോൾ അത് റെഫറൻസ് കഴിഞ്ഞു. റെഫറൻസ് കഴിഞ്ഞ് ഇനി 7th പോയിൻ്റ് എന്താ നോക്കൂ? അപ്രൂവൽ ഓഫ് ദ സൂപ്പർവൈസർ.
The name and details of the candidate selected is sending to the supervisor for approval. The supervisor has all the rights to accept or reject the applicants. അപ്പോൾ ഈ 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ പേരുകൾ, അവരുടെ ഡീറ്റെയിൽസ് സൂപ്പർവൈസർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. സൂപ്പർവൈസറാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ഹി ഹാസ് ദ ഫുൾ റൈറ്റ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദി ആപ്ലിക്കേഷൻ. അവരെ ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് സൂപ്പർവൈസർക്കുണ്ട്. ഇനി 8 സ്റ്റെപ്പ്. ഇപ്പോൾ സൂപ്പർവൈസറുടെ ആപ്ലിക്കേഷനും കൂടി അപ്രൂവൽ കിട്ടിയെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മെഡിക്കൽ എക്സാമിനേഷൻ. The qualified candidate is required to go for medical examination. He will be examined by a doctor to check whether he is suffering from any disease which will render him physically unfit for the job. അതിപ്പോൾ എല്ലാത്തരം ജോലിക്കും ഇല്ല കേട്ടോ. ഇപ്പോൾ ടീച്ചിങ് പൊസിഷനിലേക്ക് HOD ടീച്ചറായിട്ട് വരുന്ന ടീച്ചർമാർക്കൊന്നും ഒരിക്കലും മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല. ബട്ട് ചില പ്രത്യേക ജോലികളിൽ അത് നിർബന്ധമാണ് താനും. അതായത് ഫിസിക്കലി അയാൾ അൺഫിറ്റ് ആണോ ഫിറ്റ് ആണോ ആ ജോലിക്ക് എന്ന് അറിയാൻ വേണ്ടി ഹി ഹാസ് ടു ഗോ ത്രൂ എ മെഡിക്കൽ എക്സാമിനേഷൻ ഫ്രം എ ഡോക്ടർ. ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടറുടെ അടുത്തുനിന്ന് മെഡിക്കൽ ചെക്കപ്പ് അയാൾ നടത്തുന്നുണ്ടാവണം. ഇഫ് ദ മെഡിക്കൽ റിപ്പോർട്ട് ഡിക്ലെയർസ് ഹിം ഫിറ്റ്, ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അയാൾ ഫിറ്റ് ആണ് എന്നാണ് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഹി വിൽ ബി ഗിവൺ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അയാൾക്ക് എന്ത് കിട്ടും? അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടും. അതല്ല ഹീ സഫറിങ് ഫ്രം എനി ഡിസീസസ് വിച്ച് മേക്സ് ഹിം അൺഫിറ്റ് ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അയാളെ അവിടെ തന്നെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈനൽ സെലക്ഷൻ. After completing all the above formalities, the successful candidates are given appointment order. The date on which the candidate is required to join is shown in the appointment order. After completing all the procedures, the selected applicant will be given an appointment order and the date of joining is also mentioned in the appointment order. എന്നാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് അല്ല എന്നാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഡേറ്റ് കാണിച്ചുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ അങ്ങോട്ടേക്ക് അയക്കും. സോ ദിസ് ഈസ് നോൺ ആസ് സെലക്ഷൻ. ആ വ്യക്തി സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ 9 സ്റ്റെപ്പാണ്. അത് അതേ ഓർഡറിൽ തന്നെ പറയാം, കാരണം ഒരെണ്ണം കഴിഞ്ഞാലാണ് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ റിസീപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ പ്രിലിമിനറി ഇൻ്റർവ്യൂ, മൂന്നാമത്തെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം, നാലാമത്തെ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്, അഞ്ചാമത്തെ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, ദെൻ ചെക്കിംഗ് റെഫറൻസ്, then approval of the supervisor, medical examination and final selection. അപ്പോൾ ഇതിൽ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റും എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂവും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എടുക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റും ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവും പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.